ഹായ്, എല്ലാ കൂട്ടുകാർക്കും ട്രാവൽ ഗ്രാം ബൈ ജോബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഹിൽ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഹിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊടുപുഴക്കാർക്കൊക്കെ തൊടുപുഴയുടെ വളരെ അടുത്തുള്ളൊരു ഹിൽ സ്റ്റേഷനാണ്. എന്നാൽ തൊടുപുഴക്കാർക്കൊക്കെ വളരെ അജ്ഞാതമായ ഒരു ഹിൽ സ്റ്റേഷനാണ് അത് നമുക്ക് പറയാം. കാരണം വെച്ചാൽ വേറൊന്നുമില്ല, നമ്മുടെ തൊടുപുഴ ഏറ്റവും അടുത്ത ഹിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഉറവപ്പാറയാണ്. പക്ഷേ ഉറവപ്പാറയുടെ സൈഡിൽ തന്നെ വേറൊരു അതിനോട് ചേർന്ന് തന്നെ മറ്റൊരു മലയുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വേണമെന്ന് പറയാം. എന്താണേലും ഇന്ന് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കാഴ്ച കാണാൻ വേണ്ടി പോകാം. നമ്മളിപ്പോൾ കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ നിന്നാണ് നമ്മുടെ യാത്ര പുറപ്പെടുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നത് നമ്മുടെ എവർഷൈൻ ജംഗ്ഷനിലാണ്. എവർഷൈൻ സ്റ്റുഡിയോയ്ക്ക് ഇരിക്കുന്ന ഭാഗമാണ്. ഇപ്പോൾ ഒരു 10 മണിക്ക് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. ഇത് നമ്മുടെ മൂപ്പിൽക്കടവ് പാലമാണ്. അപ്പോൾ ഇത് നേരെ ചെല്ലുന്നത് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ആ ജംഗ്ഷനിലേക്കാണ് ചെല്ലുക. റൈറ്റ് സൈഡിൽ കാണുന്നത് KSRTC ബസ് സ്റ്റാൻഡാണ്. റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് ജോവാൻസ് റെസിഡൻസി, പേൾ റീജൻസി ഒക്കെ കാണാം. അപ്പോൾ ഇനി നമ്മൾ നേരെ ട്രാഫിക് ജംഗ്ഷനിലേക്കാണ് ചെല്ലുക. അപ്പോൾ ഇവിടെ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പാലാ കോട്ടയം ഭാഗത്തേക്ക് പോകാം. റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗാന്ധി സ്ക്വയറൊക്കെ തൊടുപുഴ ടൗണിലേക്ക് തന്നെ പോകാം. ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ മൂലമറ്റം റോഡിലേക്ക്, മൂലമറ്റം ഇടുക്കി പോകുന്ന വഴിയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇത് നമ്മുടെ ഇട സൈഡിൽ കാണുന്നത് നമ്മുടെ പ്രശസ്തമായ സെൻറ്റ് മേരീസ് ആശുപത്രിയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അടുത്ത ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒളമറ്റമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ജംഗ്ഷനാണ് ഉറവപ്പാറ എന്ന് പറഞ്ഞ ജംഗ്ഷൻ. ഈ നമ്മുടെ ഈ സെൻറ്റ് മേരീസ് ആശുപത്രി ആണെങ്കിലും ചാഴികാട് ആശുപത്രി ആണെങ്കിലും പുതിയതായിട്ട് വന്ന സ്മിത ആശുപത്രി, ഇതെല്ലാം നമ്മുടെ തൊടുപുഴയാറിൻ്റെ തീരത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ആറിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മൾ പോവുക. കാരണം നമുക്ക് ഈ ആറിന് പാറലായിട്ടുള്ള വഴിയാണ് ഈ തൊടുപുഴ മൂലമറ്റം റോഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ ബസ്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് ആറ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എല്ലാം ചെറിയ കൈവഴികളുണ്ട് നമുക്ക് ആറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. റൈറ്റ് സൈഡിലെല്ലാം വളരെ മനോഹരമായ വീടുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഈ വളവ്, ഈ ജംഗ്ഷനാണ് നമ്മുടെ ഒളമറ്റം ജംഗ്ഷൻ. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് നിർത്തി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് പോകാം. അപ്പോൾ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂലമറ്റമാണ്. ഇവിടുന്ന് ചെറിയൊരു ഡൈവർഷനാണ് ഈ ഒളമറ്റം പാലത്തിലേക്ക്. അപ്പോൾ ഇത് പുതിയതായിട്ട് വന്നിരിക്കുന്ന വിശാലമായ ഒരു വലിയ റോഡുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നറിയാമോ? ഇത് നമ്മുടെ ഒളമറ്റം പാലത്തിലേക്കാണ് പോവുക. അപ്പോൾ ഈ പാലത്തിൻ്റെ അടുത്ത് വരെ ഈ റോഡ് അവിടെ ചെല്ലുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വണ്ടിയൊക്കെ നിർത്തിയിട്ട് നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി നമുക്ക് പോകാം. ഉണ്ടോ, നമ്മൾ ആ ജംഗ്ഷനിൽ നിന്നാണ് ഇടത്തേക്ക് തിരിഞ്ഞാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇത് നമ്മുടെ പാലത്തിലേക്കുള്ള വഴിയാണ്. നല്ല സൂപ്പറായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ടാറിങ് ഇവിടെ കൊണ്ട് തീർന്നു കേട്ടോ. ഇതാണ് അവസ്ഥ. അയ്യോ, തൊടുപുഴയാറിലെ വെള്ളം കണ്ടോ, എന്ത് സൂപ്പറാന്ന് നോക്കി. ഇതെല്ലാം ശരിക്കും മലങ്കര ജലാശയത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ്. എന്നെ സ്ട്രോങ് ആയിട്ട് ഒഴുകുന്നതെന്ന് നോക്കി. നമുക്ക് പാലത്തിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം കേട്ടോ. ഇതാണ് പുതിയതല്ല കേട്ടോ, ശാപമോക്ഷം കാത്തിരിക്കുന്ന നമ്മുടെ ഒളമറ്റം പാലമാണിത്. വർഷങ്ങളായി ഇതിങ്ങനെ തന്നെ കിടക്കാൻ തുടങ്ങിയിട്ട്. അടുത്തിടയ്ക്കാണ് ഇവിടെ ഇപ്പോൾ നമ്മളീ കണ്ട അപ്രോച്ച് റോഡ് ഒരു സൈഡൊക്കെ ഒന്ന് തീർത്തിരിക്കുന്നത്. മറ്റേ സൈഡ് എന്ന് തീർക്കും എന്നറിയാൻ പാടില്ല. കണ്ടോ, തൊടുപുഴയാറ് കിടക്കുന്നുണ്ടോ? എന്നാ ഭംഗിയാന്ന് നോക്കിയേ, നിറഞ്ഞ് കവിഞ്ഞല്ലേ കിടക്കുന്നത്. ഇത് നമ്മുടെ കൊടയത്തൂർ അല്ലെങ്കിൽ മലങ്കരയിൽ നിന്ന് വരുന്ന വെള്ളമാണിത്. ഇപ്പം ഈ സമയത്തൊക്കെ മലങ്കര ഡാമിൽ വൈദ്യുതിയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് കൂടുതൽ വെള്ളം ഈ തൊടുപുഴയാറ്റിലേക്ക് വരിക. ഇപ്പം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുക. അപ്പോൾ ഇപ്പോൾ ഈ വേനലിലും ഈ പച്ചപ്പും ഈ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഈ പുഴയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതിലൊന്ന് ചാടി കുളിക്കണം തോന്നാത്ത ഒരു മനുഷ്യൻ പോലും കാണത്തില്ല. ഇത് നമ്മുടെ നേരെ മറു സൈഡിൽ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ കണ്ടോ നല്ല പച്ചപ്പൊക്കെ ആയിട്ടിരിക്കുന്നത്, അവിടെ ചെറിയൊരു തുരുത്തൊക്കെ പോലെയുണ്ട്. ഇല്ലിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈ വെള്ളം നേരെ ഒഴുകി പോകുന്നത് നമ്മുടെ മൂവാറ്റുപുഴ
മൂവാറ്റുപുഴയിലേക്കാണ് നമ്മുടെ ഈ വെള്ളമൊക്കെ ഒഴുകി പോവുക. എല്ലാം ഇപ്പം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. അപ്പോൾ ഇതിൻ്റെ നടുക്കൊക്കെ ആണെങ്കിൽ നല്ല ശക്തമായ ഒഴുക്ക് കാണും. സൈഡിലൊക്കെ അത്രയും ശക്തമായ ഒഴുക്കൊന്നും ഉണ്ടാകത്തില്ല. ഇത് നമ്മൾ നടന്നു വന്ന പാലമാണ്. അപ്പോൾ പാലത്തിന് ഇവിടെ അപ്രോച്ച് റോഡില്ല, പകരം ഇവിടം വരെ വന്നു കഴിയുമ്പോൾ പിന്നെ സ്റ്റെപ്പാണ്. ഇങ്ങനെ നേരെയാണ് ഒരു പക്ഷേ ഈ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിന് വരേണ്ടത്. അത് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിയപ്പോൾ സ്റ്റെപ്പുകളാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. മുമ്പ് അതുപോലും ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ പാലത്തിൻ്റെ ഇനിയിപ്പോൾ അപ്രോച്ച് റോഡ് വരുന്ന ഒരു പോർഷനാണെന്ന് തോന്നുന്നു. അവിടെ ചെറിയൊരു വേലിക്കാരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിൽ കൂടെ സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ നേരെ ആറിൻ്റെ തീരത്തേക്കാണ് പോവുക. അപ്പോൾ ഇത് നേരത്തെ ഉണ്ടായിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുക. ഇതെല്ലാം ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആറ്റിലേക്ക് പിന്നെ വീണ്ടും ഇവിടുന്ന് 1-2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ആറിലേക്ക് ഇറങ്ങാനൊക്കെ പറ്റും കേട്ടോ. ഈ സൈഡിൽ അത്രയ്ക്ക് അങ്ങോട്ട് വലിയ ഒഴുക്ക് ഇല്ല, പക്ഷേ എന്നാലും സൂക്ഷിക്കണം. പക്ഷെ നമുക്ക് ഇതിപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന സ്റ്റെപ്പാണ്, നമ്മുടെ പാലത്തിൻ്റെ അടിഭാഗമാണ് ശരിക്കും ഇത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ നമുക്ക് പറ്റും. പക്ഷേ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ശക്തമായ ഒഴുക്കാണ് അവിടെയുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, വെള്ളത്തിന് അവിടെ താഴെ നല്ല താഴ്ചയുണ്ട്, നല്ല ആഴമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമുക്ക് നാട്ടുകാർക്കൊക്കെ പണിയാവും. ഈ സൈഡിൽ നിന്ന് നമുക്ക് കുളിക്കാനൊക്കെ നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് അവിടെ ഒരു ആലിൻ്റെ ചോട്ടിൽ അവിടെ ഒരു കടവുണ്ട്. അപ്പം അവിടെ ആൾക്കാർ നിന്ന് കുളിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോൺക്രീറ്റ് വഴി തന്നെ നേരെ പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് സ്റ്റെപ്പ് കാണാം. ഈ സ്റ്റെപ്പ് നേരെ പോകുന്നത് നമ്മുടെ കാഞ്ഞിരമറ്റം അമ്പലത്തിലേക്കാണ്. അമ്പലത്തിൻ്റെ കവാടമൊക്കെ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഈ പാലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ കാഞ്ഞിരമറ്റത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് തെക്കുംഭാഗം കല്ലാനിക്കൽ, കാരിക്കോട് ഈ ഭാഗത്തേക്കൊക്കെ തൊടുപുഴ ടൗൺ ടച്ച് ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ടൗണിൽ എന്തെങ്കിലും ബ്ലോക്കോ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ബാധിക്കില്ല. പക്ഷേ നിർഭാഗ്യവശാൽ വർഷങ്ങളായിട്ട് അപ്രോച്ച് റോഡൊന്നും ഇല്ലാതെ ഇതിങ്ങനെ ഒരു അനാഥപ്രേതം പോലെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഒരു സ്റ്റെപ്പ് വന്നത്. ഇനി വലിയ താമസിക്കാതെ ഉടനെ തന്നെ ഇതിൻ്റെ റോഡ് പണിയൊക്കെ തീരുമെന്നാണ് കേട്ടത്. ഈ പാലത്തിൻ്റെ മറുസൈഡിൽ നിന്നും നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റും. നല്ല അടിപൊളി ഒരു സ്റ്റെപ്പൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിലും നമുക്ക് കുറച്ചുകൂടെ സേഫും കുറച്ചുകൂടെ നല്ലതും അപ്പുറത്തെ സൈഡാണ്. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് പോകേണ്ടത് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ നമ്മുടെ ഉറവപ്പാറയിലേക്കാണ് നമുക്ക് വീണ്ടും പോകേണ്ടത്. എന്താണെങ്കിലും ഇവിടെ ഈ പാലത്തിൻ്റെ ഈ കവാടം ഈ മെയിൻ റോഡിലേക്ക് ചെല്ലുന്ന ഈ ഭാഗത്തെല്ലാം നല്ല വീതിയുണ്ട് കേട്ടോ. അത് വലിയ നല്ല കാര്യമാണ്. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ഒരു വളവിൽ നിന്നാണ് നമ്മൾ ഈ പാലത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ തിരിയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് ഈ മെയിൻ റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കറക്റ്റ് വളവാണ്. എപ്പോഴും വണ്ടി വരുന്ന സ്ഥലമാണ്. അത് ഇച്ചിരി ഡേഞ്ചറസ് ആണ്. നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ട്രാഫിക് ബാരിയർ എന്തെങ്കിലും ഒരു സംഭവം പിടിപ്പിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഇനി നമുക്ക് അല്പം ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് അടുത്ത മെയിൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഉറവപ്പാറ ജംഗ്ഷനാണ്. പക്ഷേ ഉറവപ്പാറയിൽ ആ ജംഗ്ഷനിൽ നിന്നല്ല നമ്മൾ തിരിഞ്ഞു പോകേണ്ടത്. നമുക്ക് ഉറവപ്പാറ ജംഗ്ഷൻ തൊട്ട് മുന്നേ പെട്ടെന്ന് നമ്മൾ പോകുമ്പോൾ ഈ വഴി നമ്മളങ്ങനെ കാണില്ല. കാരണം അവിടെ ചെറിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ചെറിയൊരു മയിൽക്കുറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ റൈറ്റ് എടുത്ത് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വഴി ഏകദേശം ഒരു 1 കിലോമീറ്റർ മിച്ചം കാണും, അല്ലെങ്കിൽ 1 കിലോമീറ്ററിൽ 2 കിലോമീറ്റർ ഇല്ല, ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ഇട സൈഡിൽ ഒരു കൊട്ടാരം പോലെ ഒരു വീടൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. വളരെ ഭംഗിയുണ്ട് ആ വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട് ആ വീട് കാണാൻ. അപ്പോൾ ഇതും കടന്ന് നമ്മൾ ലേശം കൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ മതി. ഈ പോകുന്ന ഇത് നേരത്തെ ഇവിടെ എല്ലാം നല്ല പാടശേഖരമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോഴും കൃഷിയൊന്നും ഇറക്കാത്ത പാടങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ കാണുന്ന ഈ വലിയ മലയാണ് നമ്മുടെ ഉറവപ്പാറ മല. അപ്പം അതിൻ്റെ മുകളിലാണ് നമ്മുടെ അമ്പലമൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഈ താഴത്തെ ഈ പച്ചപ്പ് കണ്ടോ, ഈ കറുത്ത കളറിൽ വലിയ പാറയും അതിൻ്റെ താഴെ നല്ല പച്ച പെയിൻ്റ് അടിച്ചതുപോലെ ഇങ്ങനെ പാടമൊക്കെ കാണാം. ഇതൊന്നും നമ്മുടെ ഇപ്പോൾ കൃഷി ഇറക്കാതെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുക കേട്ടോ. കാട്ടുചേമ്പും പിന്നെ നമ്മുടെ ഇഞ്ച അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. പക്ഷെ എന്നാൽ ഈ ഒരു ഭയങ്കര കളർഫുള്ളായിട്ട് നമുക്ക് തോന്നും. നമുക്ക് ഭയങ്കര രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനിയും ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. പക്ഷേ എനിക്ക് ആദ്യം ഒരു പണി കിട്ടിട്ടോ. കാരണം ഇവിടുന്ന് ഈ ജംഗ്ഷൻ ഞാൻ നേരെ ലെഫ്റ്റ് എടുത്തു. അതൊരു അബദ്ധമായിപ്പോയി. കാരണം അതിലല്ല നമുക്ക് പോകേണ്ടത്.
അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഉറവപ്പാറ ആ ജംഗ്ഷനിലേക്ക് തന്നെ വന്ന് ചാടും. ഇത് നമ്മൾ ഉദ്ദേശിച്ച ഈ നമുക്ക് പോകേണ്ട ഉറവപ്പാറയുടെ തൊട്ടടുത്തുള്ള മലയിലേക്കുള്ള വഴിയല്ല ഇത്. അപ്പം ഞാനിവിടെ കണ്ട ഒരു ചേട്ടനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ എനിക്ക് കറക്റ്റ് വീണ്ടും വഴി പറഞ്ഞു. തൊട്ടടുത്ത് തന്നെ നമ്മളിങ്ങോട്ട് തിരിഞ്ഞതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു വഴിയുണ്ട്. ആ വഴി കൂടെ കയറിയാണ് നമുക്ക് അങ്ങോട്ട് ഈ ഉറവപ്പാറയുടെ മറു സൈഡിലേക്ക് നമുക്ക് പോകേണ്ടത്. എല്ലാം ഇങ്ങനെ അടുത്തടുത്ത് കിടക്കുന്ന വഴികളാണ് നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരുന്നത്. എല്ലാം തൊട്ടടുത്ത സ്ഥലമാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ഇടത് സൈഡിലേക്ക് നമുക്ക് തിരിഞ്ഞു പോകേണ്ടത്. ഇവിടെ പുതിയൊരു ബിൽഡിങ്ങൊക്കെ ഒരു കെട്ടിടമൊക്കെ പണിയുന്നുണ്ട്. വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല രസമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു പത്മ റിസോർട്ട് എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഈ പത്മ റിസോർട്ടും ഈ പറയുന്ന നമ്മൾ പോകുന്ന ഈ ഹിൽ സ്റ്റേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഈ മല കണ്ടോ, ഇതാണ് ഉറവപ്പാറ മല. അപ്പോൾ നമ്മൾ ആ കണ്ടത്തിൻ്റെ സൈഡിൽ നിന്ന് കണ്ടത് ഇതെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പാരൽ റോട്ടിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോവുക. അപ്പോൾ നല്ല കുത്തനെയുള്ള കയറ്റമാണ്. കാരണം ഈ മലയുടെ ഏകദേശം ടോപ്പിലേക്ക് തന്നെ നമ്മൾ എത്തണം. കാരണം ഇവിടെ നല്ല വളമാണ്. എല്ലാ വണ്ടി കയറിപ്പോവും. ഞാൻ നേരത്തെ സ്കൂട്ടറിനൊക്കെ ഇതിൽ ഒരു പ്രാവശ്യം വന്നായിരുന്നു. അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കയറി പോകാൻ പറ്റില്ല. ഇപ്പോൾ ബൈക്കിന് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. നല്ല ഈ നമ്മളിപ്പോൾ വീഡിയോ കാണുന്നതിനേക്കഴിഞ്ഞും ഭയങ്കര കയറ്റമാണ് കേട്ടോ. ശരിക്കും റിയലായിട്ട് നമ്മൾ വീഡിയോയിൽ നമുക്ക് അത്രയും ഇതായിട്ട് അങ്ങ് തോന്നത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഉറവപ്പാറയുടെ ഈ സൈഡിൽ തന്നെ ഒരു സൈഡിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ റോഡിൻ്റെ നമ്മളിപ്പോൾ ഈ പോകുന്ന ഇടയ സൈഡിൽ തന്നെ. അപ്പോൾ അവിടെ കുറേ ഒരു പച്ചപ്പൊക്കെ നമുക്ക് കാണാം. കുറേ മരങ്ങളും ചെറിയ കൊച്ചു കൊച്ചു കൃഷികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നമുക്ക് കാണാൻ പറ്റുമല്ലോ നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ തന്നെ ഈ പാറയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ താഴെ ചെറിയൊരു കൊക്കയാണ്. അപ്പോൾ ഇവിടെ ഈ പാറ ഇടുക്കെന്ന് നമുക്ക് പറയാം. ആ ഇടുക്കിൽ തന്നെ ചെറിയ ചെറിയ പ്ലാവ്, മാവ് ഇതെല്ലാം അവർ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ട ഈ റോഡിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന വീട്. അപ്പം ഇവിടെ ഈ കുറേ മരങ്ങളൊക്കെ ഇപ്പോൾ ഈ ചൂടായി കഴിയുമ്പോഴത്തേക്ക് എല്ലാം ഉണങ്ങി. ഇനിയിപ്പോൾ അടുത്ത ഒരു മഴയൊക്കെ വന്നു കഴിയുമ്പോൾ, മഴക്കാലമൊക്കെ എത്തിക്കഴിയുമ്പോൾ വീണ്ടും അത് ഇലയൊക്കെ വന്ന് തളിർക്കുമായിരിക്കും കേട്ടോ. എന്നാൽ ഇപ്പം തന്നെ ഒരു കരിഞ്ഞുണങ്ങിയ ഒരു പ്രതീതിയാണ്. അപ്പോൾ ഞാനിവിടെ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീടുകളൊക്കെ കണ്ടോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ, കാരണം പാറയുടെ മുകളിലാണല്ലോ വീടുകളൊക്കെ നിൽക്കുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലടിക്കുന്ന കുറച്ച് വീടുകളാണിത്. അപ്പോൾ ഇവിടെ എന്ത് ചൂടായിരിക്കും. ഈ ജംഗ്ഷൻ കണ്ടോ, ഇവിടം കൊണ്ട് ശരിക്കും നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന പാറ തീരുക. ശരിക്കും റോഡിനടിയിൽ പാറയങ്ങ് പോവുകയാണ്, സംഭവം ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും ഉറവപ്പാറയിലെ നമ്മൾ മെയിൻ കാഴ്ചകളൊക്കെ ശരിക്കും കണ്ട് ഈ പാറ അത് അമ്പലവും തൊട്ടടുത്തൊരു വാട്ടർ ടാങ്കുമാണ്. ആ പാറ ഇങ്ങനെ ഇറങ്ങി വന്ന് ശരിക്കും പറഞ്ഞ് ഇവിടം കൊണ്ട് തീരുവാണ്. ഭൂമിക്കടിയിൽ കൂടെ പാറ പോകുന്നുണ്ട്, സംഭവം ശരിയാണ്. പക്ഷേ നമ്മളെപ്പോഴും കാണുന്നത് ഒരു നമ്മൾ അമ്പലത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാണുന്ന ആ ഒരു പോർഷനാണ്. ഇതിൻ്റെ ഇവിടെ ചെറിയൊരു വീടൊക്കെ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് വീണ്ടും നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് പോവുക. ഈ ഒരു പോർഷനിലേക്ക് സാധാരണ രീതിയിൽ ആരും തന്നെ വരാറില്ല. കാരണം ആദ്യത്തെ ഒരു പോർഷൻ കൊണ്ട് തന്നെ തീരുക. ഇവിടുന്ന് ആ കോൺക്രീറ്റ് റോഡും തീർന്നു. ഇനിയിപ്പോൾ ഫുള്ള് പാറയാണ്. ഈ പാറയുടെ മുകളിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോവുക. ഇതൊരു വഴിയും നമുക്ക് പറയാൻ പറ്റത്തില്ല. പാറയുടെ മുകളിൽ നിരപ്പായ ഒരു കുറച്ച് സ്ഥലമാണ്. അപ്പോൾ ഇതാണ് പത്മ റിസോർട്ട് അല്ലെ പത്മ വില്ലേജ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു പത്മ ഡാം എന്നൊക്കെ പറഞ്ഞ് അവരൊരു സംഭവമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പത്മ റിസോർട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടല്ല പോകേണ്ടത്. നമുക്ക് ഇവിടെ തൊട്ട് അപ്പുറത്ത് തന്നെ വണ്ടി വെച്ചിട്ട് നമുക്ക് നേരെ മുകളിലേക്ക് പോകണം. അപ്പോൾ ഇതിൻ്റെ ഇട സൈഡിൽ വലിയ കൊക്കയാണ്. അപ്പോൾ നമുക്ക് ഇവിടം വരെ വണ്ടി വെക്കാം. ഇനി അങ്ങോട്ട് വണ്ടി കൊണ്ടുപോകുന്നത് അത്ര സേഫ് അല്ല. കാരണം ഒരു സൈഡിൽ നമുക്ക് വണ്ടി കൊണ്ടുപോകാനുള്ള അധികം സ്പേസ് ഇല്ല. രണ്ടാമത് നല്ല ചെരിവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ പത്മ വില്ലേജ് അല്ലെങ്കിൽ പത്മ റിസോർട്ട് എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പോൾ ഇതിൻ്റെ താഴെ സൈഡിൽ തന്നെ ഈ മലയിൽ ഈ ചെറിയ കൈവരിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റിസോർട്ടുകാർ പിടിപ്പിച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഇവിടം വരെയുള്ള കാര്യങ്ങളൊക്കെ സേഫാണ്. പിന്നെ ഇപ്പോൾ അങ്ങോട്ട് കൈവരിയോ സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് ആ മലയുടെ മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലും ഇങ്ങനെ ഒരുപാട് താഴ്വാരവും അങ്ങ് അകലെ എന്തോ ഒരു ഫാക്ടറിയോ എന്തോ സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ചുറ്റിനും ഇങ്ങനെ മലയാണ്. ആ മലയുടെ മുകളിലും എന്തോ റിസോർട്ട് പോലെ എന്തോ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നേരെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൊടുപുഴ പട്ടണം കാണാം. അപ്പോൾ ഇത്രയും ക്ലിയറായിട്ട് നമ്മൾ ഉറവപ്പാറയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം തൊടുപുഴ പട്ടണത്തിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതാണ് ഈ മലയുടെ പ്രത്യേകത. കിടിലം വ്യൂ ആണ്. എന്നെ ഭംഗിയാ നോക്കി. അങ്ങ് തൊടുപുഴ ടൗൺ പള്ളി വരെ നമുക്ക് ഇവിടുന്ന് കാണാമെന്നുള്ള ടൗൺ പള്ളിയുടെ മേൽക്കൂര വരെ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും.
അങ്ങ് ദൂരെ കാണുന്ന വലിയ കെട്ടിടം അത് നമ്മുടെ സിവിൽ സ്റ്റേഷനാണെന്ന് തോന്നുന്നു, മിനി സിവിൽ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. മിനി സിവിൽ സ്റ്റേഷൻ. ഇത് നമ്മുടെ തൊടുപുഴ ടൗൺ പള്ളിയുടെ മേൽക്കൂരയാണ് നമ്മളിവിടെ നിന്ന് കാണുന്നത് കേട്ടോ. പിന്നെ വേണ്ട തൊടുപുഴയുടെ ഒരു നല്ല ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റിയ ഏക സ്ഥലം ശരിക്കും ഉറവപ്പാറയിൽ കഴിഞ്ഞും കൂടുതൽ ഉറവപ്പാറയുടെ ഇപ്പുറത്തുള്ള ഈ സ്ഥലമാണ്. സാമാന്യ വെയിലാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉറവപ്പാറയുടെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ വെയിലടിച്ച് സത്യം പറഞ്ഞാൽ തല കറങ്ങിപ്പോയിട്ടോ. അത് ഏതാണ്ട് ഒരു ഉച്ചയോട് കൂടി ഏതാണ്ട് ഒരു 12 മണി എങ്ങാണ്ടായി നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ. ഇന്നിപ്പോൾ അതിന് സമാനമായി ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു തൊപ്പി വെച്ച് കഷ്ടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. കാരണം നേരെ നമ്മുടെ തലയുടെ ബാക്കിലാണ് ഇപ്പോൾ സൂര്യൻ, കറക്റ്റ് തലയിലേക്ക്. നമ്മുടെ ഭയങ്കര മൊട്ടയായിട്ടുള്ള പാറ, ഇവിടെ ഒന്നും മരങ്ങളുമില്ല, ഒന്നുമില്ല. ഇതിൽ നടന്നു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാസ്ക്കാണ്. നമ്മൾ കയറി വരുന്നത് ആദ്യം കാണുന്നത് ഒരു കല്ലാണ് കേട്ടോ, ഒരു പാറപ്പുറത്തിരിക്കുന്നൊരു കല്ല്. എനിക്ക് തോന്നുന്നു ഇത് ഭീമൻ്റെ ഇരിപ്പിടമാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെ പിന്നെ ഈ കല്ല് മാത്രമായിട്ട് ആരാ ഇവിടെ കൊണ്ട് വെച്ചത്? ഇതൊരു പാറയുടെ ഏറ്റവും മുകളാണ്, ഏറ്റവും ടോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു കല്ല് കൊണ്ട് വെക്കണം എന്നുണ്ടെങ്കിൽ അവൻ ചില്ലറക്കാരനായിരിക്കുകയല്ല. അപ്പോൾ അങ്ങ് ദൂരെ നമ്മുടെ ഉറവപ്പാറ ഇരിക്കുന്നിടത്ത് ഭീമൻ്റെ അടുപ്പുകളിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കാറ്റ് കൊള്ളാൻ വേണ്ടി ഇരുന്ന, അപ്പോൾ ഈ അവിടുത്തെ കഴിഞ്ഞും കുറച്ചുകൂടെ ഭംഗിയുണ്ട് ഈ പാറ. അപ്പോൾ തീർച്ചയായിട്ടും അവർ തന്നെ കൊണ്ടിട്ട കല്ലായിരിക്കും ഇത്. ചെറിയൊരു കാറ്റുണ്ട്, ആ കാറ്റൊരു സുഖമാണ്. കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ആകെ ബുദ്ധിമുട്ടാകുമായിരിക്കും കേട്ടോ. ഇവിടെ നമുക്ക് രണ്ട് സൈഡിലെ കാഴ്ചകൾ നമുക്ക് കാണാമെന്നുള്ള. റൈറ്റ് സൈഡിൽ നമുക്ക് തൊടുപുഴ പട്ടണത്തിൻ്റെ കാഴ്ചകൾ കാണാം. ലെഫ്റ്റ് സൈഡിൽ ഒരു ചെരുവാണ്, ഒരു മലഞ്ചെരുവാണ്. അപ്പോൾ അവിടുന്ന് നോക്കത്താ ദൂരത്ത് ഇങ്ങനെ മലകൾ, തൊട്ട് താഴെ റബ്ബർ തോട്ടമൊക്കെയാണുള്ളത്. അതിൻ്റെ കാഴ്ചകൾ കാണാം. താഴെ നല്ല അടിപൊളിയായിട്ടൊരു വീടൊക്കെ പണിയുന്നുണ്ട്. അങ്ങനെ നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. കറക്റ്റ് ഒത്തം നടുക ഈ പാറ. പക്ഷെ എന്നാലും നല്ല ഏരിയ ഉണ്ട്. ഏകദേശം ഒരു 30 മീറ്ററോളം വീതിയുണ്ട്. താഴേക്ക് കഴിഞ്ഞാൽ കൊക്ക, രണ്ട് സൈഡിലേക്ക് പോയി കഴിഞ്ഞാലും വലിയ കൊക്കയാണ്. എന്നാലും നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് നടന്നു പോകാം കേട്ടോ. കറക്റ്റൊരു എഡ്ജിൽ കൂടെ പോകുമ്പോഴേ നമുക്കൊരു പേടി തോന്നത്തുള്ളൂ. ഇപ്പം മുമ്പത്തൊക്കെ ഞാൻ കുറച്ചുകൂടെ തൊടുപുഴ പട്ടണത്തിൻ്റെ ഒരു നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ നടക്കുന്ന ഈ സ്ഥലത്തിൻ്റെ അവസ്ഥ ഇതാണ്. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഇവിടെ വന്നായിരുന്നു. അന്ന് കുറച്ച് ഞാൻ വിഷ്വലൊക്കെ എടുത്തു. അന്ന് ഇവിടെ ഈ സൈഡിലെല്ലാം നിറച്ച് പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ അന്ന് കുറച്ച് വിഷ്വലൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. ഭയങ്കര അതിമനോഹരമായ കുറേ പൂക്കളൊക്കെ കണ്ടു. ഏണ്ടൊരു നമ്മൾ ഇലുമിനേഷൻ ലൈറ്റൊക്കെ പോലത്തെ കുറച്ച് പൂക്കളൊക്കെ അന്ന് ഞാൻ കണ്ടു. അതിൻ്റെയൊക്കെ കുറേ വിഷ്വൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും നമുക്ക് ഇതിൻ്റെ ഈ കരിഞ്ഞിരിക്കുന്ന ഈ പുല്ലിൻ്റെയൊക്കെ ആ ഒരു വിഷമമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ വിഷ്വലൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ എടുത്തു വെച്ച വിഷ്വൽ, ഞാൻ കണ്ട ഈ പാറയിലെ ഒരു ദൃശ്യങ്ങളൊക്കെ.
അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ വരുമ്പോൾ അത്യാവശ്യം ചെറിയൊരു മഴയുള്ള സമയമാണ്, ഒരു 2-3 മാസം മുന്നേ. അപ്പോൾ അന്ന് ഇവിടെ എല്ലാം നല്ല പച്ചപ്പായിരുന്നു. ഈ കണ്ട ഈ പുല്ലുകളൊക്കെ നിന്ന അവസ്ഥ, ഇപ്പോൾ നമ്മൾ കത്തിക്കരിഞ്ഞ് കണ്ട ഈ ഉണങ്ങിപ്പോയ പുല്ലുകളുടെയൊക്കെ യഥാർത്ഥമായ അവസ്ഥ ഇതാട്ടോ. പച്ചയായ ഒരു ജീവിതം എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ഈ പുല്ലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതേ കയറിയൊക്കെ ഇരിക്കാൻ തോന്നും, അല്ലെ പുല്ല് പറിക്കാൻ തോന്നും. അപ്പം കൊച്ചു വേറെ ചെടികളൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു മഞ്ഞ പൂക്കൾ, നല്ല ഭംഗിയായിരുന്നു. ഇവിടെ കണ്ടോ ഈ പുല്ലൊക്കെ ഇങ്ങനെ പൂത്തിരിക്കുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ട്, നല്ല രസമാണ്. സത്യത്തിൽ ഈ പുല്ലൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് പറിക്കാനൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അത്രയ്ക്കൊരു മനോഹാരിതയായിരുന്നു ഇത് നമുക്ക് നേരത്തെ സമ്മാനിച്ചത്. ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടോ ഒരു ചെടി, അപ്പം ഈ ചെടി ഇത് പൂത്തിരിക്കുന്നത് കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ്. അപ്പോൾ അതിലിങ്ങനെ കൊച്ചു ഉറുമ്പുകളൊക്കെ തേൻ കുടിക്കാൻ വേണ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതൊന്നും നമ്മുടെ തോട്ടത്തിലൊന്നും കാണാത്ത ഒരു സാധനമാണിത്. അതിൻ്റെ തൊട്ടടുത്ത് ഇത് കണ്ടോ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ടൊരു മല്ലിയിലയൊക്കെ പോലെ നമുക്കങ്ങനെ തോന്നും. എന്നിട്ട് അതിൽ കുഞ്ഞു പൂക്കളുണ്ട്, അത് കുഞ്ഞു പൂക്കൾ, ഏതാണ്ട് ചെറിയ LED ലൈറ്റ് പിടിപ്പിച്ചാലൊക്കെ നമുക്ക് തോന്നും. അല്ല, തീരെ ചെറിയ പൂക്കളാണ്. അത് ഈ പച്ചപ്പിൽ നമ്മളിങ്ങനെ നോക്കി കഴിയുമ്പോൾ ഏതാണ്ട് മുത്ത് പോലെ ഓരോ ഇതിൽ നമുക്ക് ചെറിയ മുത്ത് പിടിപ്പിച്ചാലൊക്കെ നമുക്ക് തോന്നും. സംഭവം എന്നാലും ഭയങ്കര വെറൈറ്റിയാണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ കുഞ്ഞു പല ചെടികളും നമ്മൾ പറിച്ചുകൊണ്ട് പോയി നമ്മുടെ വീട്ടിലൊക്കെ വെക്കാൻ നമുക്ക് തോന്നും കേട്ടോ. അത്രയ്ക്ക് മനോഹരമായ ഒരുപാട് വെറൈറ്റി ചെടികളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഉറവപ്പാറ. അല്ല, ഇത് നമ്മുടെ സാധാ പുല്ലിലെ ഒരു പൂക്കളാണ്, നല്ല വയലറ്റ് കളറാണ്. ഇത് നല്ല ഇങ്ങനെ കത്തി നിൽക്കുന്നത് പോലെയാണ് ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. എനിക്കിത് ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഇവിടെ കണ്ടോ കുറേ നിറച്ച് പൂക്കളും ചെറിയ പുല്ലുകളും, എന്തൊക്കെയോ ഒരു പയറ് പോലത്തെ ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ചുവപ്പ് കാണാൻ നല്ല രസമുണ്ട്. ഇതിപ്പോൾ നമ്മൾ ആദ്യമേ കണ്ട ആ ഒരു പൂവാണ്. അതേലും നിറച്ച് ഉറുമ്പുകളൊക്കെ തേൻ കുടിക്കാൻ വേണ്ടിയൊക്കെ വരുന്നുണ്ട്. പക്ഷേ നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടോ. കാരണം ഞാനങ്ങനെ നമ്മൾ പൊതുവേ നമ്മുടെ ടൗണിലൊന്നും കാണുന്ന കുറച്ച് ചെടികളല്ല. നമ്മൾ മുമ്പ് ഒരു വെറൈറ്റി ചെടി ഉണ്ടായിരുന്നു, ഒരു പച്ച നിറമുള്ള ചെടി. എന്നിട്ട് അതിൽ നക്ഷത്രങ്ങളുടെ പൂക്കൾ പോലെ ഒരു വെളുത്ത കുഞ്ഞു പൂക്കൾ, അതേപോലെ തന്നെ അതിലും മനോഹരമായ വേറൊരു സീനുണ്ട് കേട്ടോ. ഇത് കാണിച്ചു തരാം. ഇത് കേട്ടോ, ഇതിപ്പോൾ ഏകദേശം ഒരു നീല പൂക്കളാണ്. എന്നിട്ട് നമ്മൾ കണ്ടിട്ടുള്ള പൂക്കൾ തന്നെയാണിത്. പക്ഷേ ഇതെന്ത് ഭംഗിയാണെന്നറിയോ, ഇങ്ങനെ കുറച്ചുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ. നമ്മൾ കണ്ടിട്ടുള്ള പൂക്കളൊക്കെ തന്നെയാണ്, പക്ഷെ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഒരു ഭയങ്കര ഡേഞ്ചറസ് ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒക്കെ. കാരണം പാറയിൽ ഒക്കെ ഇങ്ങനെ ഈ പുല്ലൊക്കെ ഇങ്ങനെ ഇപ്പം തന്നെ തീ പിടിക്കാന്നുള്ള രീതിയിൽ ആ ഒരു അവസ്ഥയിലായിരിക്കും നിൽക്കുക. കാരണം ഈ പുല്ലൊക്കെ ആരെങ്കിലും തീ കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഭയങ്കര തീ അങ്ങ് ആളിക്കത്തും. നമുക്കവിടെ നിൽക്കാൻ പോലും മേലാത്ത അവസ്ഥ വരും. അങ്ങനെ ഒരു അപകടം കൂടിയുണ്ട്. അപ്പോൾ ഈ ഇതുപോലെ നല്ല ചൂടുള്ള സമയത്തൊക്കെ ഇങ്ങനെ പാറപ്പുറത്തും കാട്ടിക്കൂടെയൊക്കെ പോകുമ്പോൾ ഇച്ചിരി അപകടം നിറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ആ പുല്ലിൻ്റെയൊക്കെ ഒരു അവസ്ഥയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ അടുത്തൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മാത്രം ഇങ്ങനെ കുറച്ച് പച്ചപ്പൊക്കെ ഉള്ളൂ. അല്ല, പച്ചപ്പല്ല, അതെല്ലാം കരിഞ്ഞു പോയി. എങ്കിലും ഇങ്ങനെ ഒരു മരിപ്പച്ച പോലെയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ഇതുണ്ട്, ഈ താഴെ ഈ റൈറ്റ് സൈഡിലെല്ലാം അതേപോലെ തന്നെ നിറച്ച് പുല്ലുകളൊക്കെ നിൽക്കുക. അതൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോയി. ഇനിയും വാടാത്ത കുറച്ച് മരങ്ങളൊക്കെ അവിടെ നിൽപ്പുണ്ട്. പക്ഷേ ഇതിൻ്റെ ഭംഗി ഈ പാറപ്പുറത്തിൻ്റെ ഇപ്പം നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. കാരണം നമ്മുടെ ചുറ്റുവട്ടത്തെല്ലാം പച്ചപ്പിനൊന്നും യാതൊരു കുറവുമില്ല. നമ്മുടെ ചുറ്റുവട്ടത്തെല്ലാം തന്നെ അത്യാവശ്യം നല്ല പച്ചപ്പുണ്ട്, മരങ്ങളുണ്ട്, എല്ലാം തന്നെ റബ്ബറാണ്. എങ്കിലും നമുക്കിത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ തൊടുപുഴ ടൗൺ നമ്മൾ അങ്ങ് ദൂരെ നമ്മൾ കണ്ടു കഴിഞ്ഞാലും ടൗണിന് മുന്നേ ആണെങ്കിലും ഇഷ്ടംപോലെ പച്ചപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ പാറപ്പുറത്തേക്ക് നോക്കുമ്പോൾ വെള്ളമില്ലാത്ത സ്ഥലമാണല്ലോ പാറപ്പുറം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കരിഞ്ഞ് ഉണങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഉറവപ്പാറയുടെ വീഡിയോ എടുത്തപ്പം അന്ന് കണ്ട പുളിയിഞ്ചി, മത്തിപ്പുളി എന്ന് പറഞ്ഞ സാധനമൊക്കെ കരിഞ്ഞ് ഉണങ്ങി ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇതൊക്കെയാണെന്നത്. ഇനി മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ കിളുത്ത് വരും. കണ്ടു, ഇവിടെ എല്ലാം എന്താണെങ്കിലും കുറേ ഗ്രൂപ്പ് ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. എന്തായാലും തല്ലിപ്പൊട്ടിച്ചിട്ടിട്ടില്ല, അത്ര ആശ്വാസം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പാറയുടെ വലിപ്പം പതുക്കെ കുറഞ്ഞു വരിക. അത്യാവശ്യം നമുക്ക് നടക്കാം. കൂടുതലും സേഫ് എനിക്ക് തോന്നുന്നു ഈ മുകളിൽ കാണുന്ന പാറയുടെ മുകളിൽ കൂടെ കയറി നടക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാൻ ഉറവപ്പാറ എന്ന് പറയുമ്പോൾ ഉറവപ്പാറ ഒരു ഒറ്റപ്പാറ എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു എനിക്കും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ 1-2 സുഹൃത്തുക്കളുടെ യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ തന്നെയാണ് ഇതിനടുത്ത് ഉറവപ്പാറ കൂടാതെ മറ്റൊരു പാറയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായത്. ഇതൊരു വേറൊരു പോർഷനാണ്. ഇപ്പോൾ നമ്മൾ തൊടുപുഴ എവിടെ നിന്ന് നോക്കുമ്പോഴും നമ്മൾ സാധാരണ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ
ഈ പാറയാണ്. ശരിക്കും അമ്പലമൊക്കെ ഇരിക്കുന്ന പാറ വേറെയാണ്, അതല്ല നമ്മൾ കാണുന്നത്. ഇവിടെ മുതൽ ഇച്ചിരി ഡേഞ്ചറസ് ആണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം. ജസ്റ്റ് ഒരു 2 മീറ്റർ അല്ലെങ്കിൽ 3 മീറ്റർ വീതിയൊക്കെ ഉള്ളൂ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ. ഏറ്റവും സേഫ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ പാറയുടെ മുകളിൽ കൂടെ വരുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെയൊക്കെ സേഫ്. ഇപ്പോൾ പുല്ലിൻ്റെ കളറങ്ങ് മാറിപ്പോയി കേട്ടോ, വൈക്കോല് പോലെ ആയിപ്പോയി. വൈക്കോലൊക്കെ ഉണങ്ങിയിരിക്കുന്ന അവസ്ഥ, അതേ അവസ്ഥയായിപ്പോയി. പുല്ലിനൊക്കെ ചൂടാണേലും ഇതിൻ്റെ അകത്തുനിന്നൊക്കെ നല്ല എന്തൊക്കെയോ ജീവികൾ അനങ്ങുന്നതിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ. പാമ്പൊന്നും ആവാൻ വഴിയില്ലായിരിക്കും, കാരണം ഇത്രയും ചൂടുള്ളപ്പോൾ പാമ്പിനൊക്കെ ഇരിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഇതിൽ പോവാം, പക്ഷെ കഷ്ടി സ്ഥലവും നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ആ സൈഡിലേക്ക് ഭയങ്കര സ്ലോപ്പുമാണ്. അപ്പോൾ നമ്മുടെ യാത്ര അങ്ങോട്ട് നമ്മൾ പോകണില്ല. ഇവിടെ ഒരു നടപ്പാത നമുക്ക് കാണാം, അതെങ്ങോട്ടാണെന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഉണങ്ങിയിരിക്കുവാണ് കേട്ടോ. ഇതിലെല്ലാം നടപ്പ് വഴികളുണ്ട്. ഇത്രേ ഉള്ളൂ. ഞാൻ ഓർത്ത് ഇവിടുന്ന് നേരെ വേറെ വഴികളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. ഇതിലേക്ക് ഓരോ വഴി കാണുന്നുണ്ട്. അതൊക്കെ താഴേക്കൊക്കെ പോകാനുള്ള കൊച്ചു കൊച്ചു വഴികളാണ്, പക്ഷെ ഒരു നല്ല സേഫായിട്ടുള്ള വഴിയായിട്ടൊന്നും തോന്നുന്നില്ല. നമുക്കിതൊന്നും സേഫല്ല, നമ്മളതുകൊണ്ട് തിരിച്ചു പോരുവാണ്. പക്ഷെ നമ്മളൊന്നും പേടിക്കാനില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പം ഒരു കമിതാക്കളെ കണ്ടു. ഇപ്രാവശ്യം അത് നല്ല വെയിലത്ത്. ഇപ്രാവശ്യം അതിനൊരു പഞ്ഞവും ഉണ്ടായിട്ടില്ല. അതും ഇതിൻ്റെ നമുക്ക് നടക്കാൻ തന്നെ പേടിയാവും. ഇതിലിപ്പോൾ ഒരുത്തൻ ഈ ബൈക്കിന് ഒരു പെണ്ണിനെ കൊണ്ട് പോവാ. ഞാൻ ബൈക്ക് നേരെ താഴെ വെച്ചേക്കുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരാനുള്ള ഒരു സൗകര്യത്തിന്. അപ്പോൾ ഈ പാറയുടെ മുകളിൽ കൂടെ ബൈക്കിന് പോവാം. അത് എന്നെ കാണാതിരിക്കാൻ വേണ്ടി ബൈക്കിലിരുന്ന പെണ്ണ് പതിവ് പോലെ ഷാളൊക്കെ ഇങ്ങനെ പുതച്ച് ഒളിച്ച് മറ്റവൻ്റെ പറയിൽ ഒളിച്ചൊക്കെ അങ്ങ് പോയി. എന്നാലും എങ്ങനെ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തൂടെ ബൈക്കൊക്കെ ഓടിച്ച് വരുന്ന അവസ്ഥയെന്ന് ആലോചിച്ചെങ്കിൽ, നമ്മൾ നടന്നു പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ വീഴാൻ സാധ്യതയുണ്ട്. കാരണം താഴെ ഭയങ്കരമായ കൊക്കയാണ്. അത്രത്തോളം നമ്മൾ പേടിക്കുന്ന ഒരു സ്ഥലത്തെ ഒരു ആൾക്കാർക്ക് ഇങ്ങനെ വരികയെന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് നമ്മളിങ്ങനെ പല സ്ഥലത്തും ചെന്ന് കഴിയുമ്പോൾ ആരുമില്ല, നമ്മളൊരു ഒറ്റപ്പെടലൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഒന്നും പേടിക്കണ്ട, കുറ്റിക്കാട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഉറവപ്പാറയും ഈ പാറയും തമ്മിലുള്ള വ്യത്യാസം. കാരണം ഇവിടെ കുറച്ച് മരങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കരമായ തണലെന്ന് പറയാനില്ല, എന്നാലും ഒരു ചെറിയ പച്ചപ്പൊക്കെ ഉണ്ട്. ഉറവപ്പാറയിൽ നമ്മൾ നല്ല മഴക്കാലത്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് ഇത്രയും നമുക്കൊരു തണലൊന്നുമില്ല. നമ്മൾ അമ്പലത്തിൻ്റെ ചുവട്ടിൽ തന്നെ കയറി നിൽക്കേണ്ടി വരും. പക്ഷെ ഇവിടെ നിറച്ച് കാടുകളാണ്, കൊച്ചു കാടുകളാണ്, കുറ്റിക്കാടുകളാണ്. അങ്ങനെ ഒരു തണലൊക്കെ ഉണ്ട്. അവിടെ നമ്മുടെ സിവിൽ സ്റ്റേഷനിൽ മണി അടിക്കുന്ന ഒച്ചയൊക്കെ. പണ്ട് ഇതുപോലെ തന്നെ ഉറവപ്പാറ വന്നിട്ട് പോയപ്പം നല്ല ചൂടത്താണ് നമ്മൾ ഉറവപ്പാറയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. അന്ന് ഇതുപോലെ 12 മണി 1 മണി അങ്ങാണ്ടായി വീഡിയോ കഴിഞ്ഞ് പോയപ്പോൾ. ശരിക്കും ഈ പാറയുടെ ഈ താഴ് സൈഡിൽ അല്ലെങ്കിൽ താഴ്വാരത്തെ കാഴ്ചകൾ ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ നീണ്ട ഒരു തിമിംഗലം പോലെയൊക്കെയാണ് നമുക്ക് ഈ പാറ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇത് പാറയോട് ചേർന്നുള്ള അതിൻ്റെ താഴ്ഭാഗത്തെ അല്ലെങ്കിൽ താഴ്വരയിലെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുക. വലിയ റബ്ബർ മരമോ മറ്റെന്തൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറേ നിർമ്മാണ പ്രവർത്തനം ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ പാറയിലെ ഏറ്റവും അങ്ങേയറ്റമാണ് ഈ പാറ തീരുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വലിയ മീൻകുളമുണ്ട്. അപ്പോൾ അത് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഒരു മീൻകുളം ഉള്ളത്. അപ്പോൾ ഞാൻ ഈ ഷോട്ട് നമ്മളെടുത്ത് പിന്നീട് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു വലിയ മീൻകുളം ഉണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത്രയും വലിയൊരു മീൻകുളം അവിടെ ഉണ്ടായെന്ന് എനിക്കറിയില്ല. കാരണം ഇത് വെട്ടി എടുത്തതുപോലെയാണ് ഈ പാറ ഇരിക്കുക. പക്ഷെ അവിടെ വലിയൊരു പാറ പൊട്ടിക്കുന്ന ഒരു ക്വാറിയൊക്കെ ഉള്ളതായിട്ടൊന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും ഒരു ഭീമാകാരമായ ഒരു മീൻകുളം തന്നെയാണത്.
അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാർച്ച് മാസമാണ്. ഈ മാർച്ച് മാസം ഇത്തരം വെള്ളം അതിൻ്റെ തൊണ്ടെങ്കിൽ എന്തോരം വെള്ളം സ്റ്റോക്കുണ്ട് എന്ന് ഞാൻ ഓർക്കുകയത്. അപ്പോൾ ഈ വെള്ളം അവർ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് അവിടെയുള്ളവർ ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും കല്ലൊക്കെ ഇങ്ങനെ ചെത്തി എടുത്തതുപോലെ ഇരിക്കുന്ന ഒരു പാറക്കുളമാണ്. അപ്പോൾ അതിനകത്തൊരു മീൻകുളം ഉള്ളതായിട്ടാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ല. എന്താണേലും നമ്മൾ ഇത്രയും ഒരു ഭീമാകാരമായൊരു പാറയിൽ മുകളിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കിത് ചെറുതായിട്ട് തോന്നുമെങ്കിലും അത്ര ചെറിയ സംഭവമൊന്നും അല്ല കേട്ടോ. ഒരുപക്ഷെ നമ്മുടെ മിനി സിവിൽ സ്റ്റേഷനൊക്കെ ഇറക്കി വെക്കാൻ പാകത്തിന് അത്രയും ആഴത്തിലുള്ള ഒരു വലിയ മീൻകുളമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. പിന്നീട് സമയം കിട്ടുമ്പോൾ എന്താണേലും നമുക്ക് ഒന്നെങ്കിൽ മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എന്താണേലും ഒരു അടിപൊളി സംഭവമാണിത്. ഇത് അതിനപ്പുറത്ത് നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. അതായത് ഈ പാറയുടെ മറുസൈഡിൽ കാണുന്ന കാഴ്ചകളാണ്. അപ്പോൾ അവിടെയും ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ആദ്യമേ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഈ പാറയിൽ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ പത്മ റിസോർട്ടിൻ്റെ ഓട് ചേർന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഈ പാറയുടെ താഴെ തന്നെ അവിടെയും ഒരു കുളമുണ്ട്. അത് പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു കുളമാണോ എങ്ങനെയെന്ന് എനിക്കറിയില്ല. കണ്ടിട്ട് ഏകദേശം അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നല്ല വെള്ളമുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ആ പാറയുടെ തുഞ്ചത്ത് നമുക്ക് നേരെ താഴേക്ക് നോക്കാൻ പറ്റത്തില്ലല്ലോ ഇതെന്താ ഇവിടെ ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ഞാൻ പിന്നീട് വീട്ടിൽ വന്ന് നമ്മുടെ കമ്പ്യൂട്ടറിലിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഇങ്ങനെ ഒരു കുളം ഉണ്ടല്ലോ, അതിലേക്കുള്ള വഴിയൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്ത് പോയത്. എന്തായാലും ആ കാഴ്ചകളൊക്കെ നിങ്ങളെ ഇന്ന് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉറവപ്പാറയുടെ തൊട്ടിപ്പുറത്തേ കിടക്കുന്ന പാറ. ഉറവപ്പാറ എന്ന് തന്നെയാണ് എല്ലാവരും വിളിക്കുക കേട്ടോ. എന്താണേലും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഇത് അവിടുത്തെ കഴിഞ്ഞ് കുറച്ചുകൂടെ മനോഹരമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം വെച്ചാൽ തൊടുപുഴ പട്ടണമൊക്കെ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് കാണാം, കുറച്ചുകൂടെ രണ്ട് ഏരിയ കാണാം, പിന്നെ കുറച്ച് പച്ചപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വേനൽക്കാലമൊക്കെ ആയിട്ട് മൊത്തം കരിഞ്ഞ് ഉണങ്ങിയിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നല്ല മഴക്കാലത്ത് അല്ലെങ്കിൽ മഴക്കാലത്തല്ല, അത്യാവശ്യം കുറച്ച് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ട് ഈ പച്ചപ്പൊക്കെ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഇത് കാണാൻ കുറച്ചുകൂടെ കൂടുതൽ ഭംഗിയുണ്ടാവും. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞു, 12:10 നല്ല വെയിലാണ്. കറക്റ്റ് തലയിലേക്ക് തന്നെ വെയിലടിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ദയവായി ഒരു കാര്യം മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.